CG ദിനേശൻ പൂക്കാട്ടുപടിയുടെ ആദ്യ കഥാസമാഹാരമായ ഫ്ലെക്സിന്റെ പ്രകാശന കർമ്മം പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് എഴുത്തുകാരൻ ജോഷി ജോർജ പ്രൊഫസർ NK വിജയന് പുസ്തകം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ദിനേശൻ എന്നോട് ഒരു കഥ വായിക്കാൻ തന്നു. ദിനേശന്റെ കഥയാണെന്നൊന്നും പറയില്ല. കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു വലിയ സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ദിനേശനോട് ചോദിച്ചു, കഥ വായിച്ചത് ആരെഴുതിയ കഥയാണത്, നന്നായിട്ടുണ്ടല്ലോ. ആ പുള്ളിയൊന്നും മിഡിലൊന്നും ചിരിച്ചു. അല്ല, ആരാണ്? ഞാൻ തന്നെ എഴുതിയതാണ് എന്നിങ്ങനെ വിഷമത്തോടുകൂടി പറയാം. അപ്പൊ എനിക്കും അതൊരു പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദിനേശന് നമ്മൾ എത്രയോ നാളുകളായി കൂടെ നടക്കുന്ന ആളാണ്. ഫ്ലെക്സ് പോലെ ഒരു കഥ എഴുതിയപ്പോൾ ഞാനീ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തോടൊന്നും അതുപോലെ നിന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ മുന്നോട്ട് അതിശയിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോവുകയും നമുക്കറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും അതിനെ മനോഹരമായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. തുടർന്ന് നടന്ന സമ്മേളനം കുന്നത്തുനാട് MLA PV ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ജേക്കബ് സി മാത്യു അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ ബാല അങ്കാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ക്രിയ പബ്ലിക്കേഷൻ ചീഫ് എഡിറ്റർ സിജു പുന്നക്കാട് പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തി. കോതമംഗലത്ത് കാമുകൻ കാമുകിയെ വെടിവെച്ചു കൊന്നു. തിരുവനന്തപുരത്ത് കാമുകന് വിഷം നൽകി. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സില്, നമ്മുടെ ചെവിയില് എന്തോ ഒരു അസ്വസ്ഥത ജനിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയും, നമ്മളിലെ മനുഷ്യൻ മരിച്ചിട്ടില്ല. ആ മനുഷ്യൻ മരിക്കാത്തത് കൊണ്ടാണ് ഇന്നിവിടെ ശ്രീ CG ദിനേശൻ ഇരിക്കുന്നത്. അദ്ദേഹം നമ്മളിലെ നന്മ മരിച്ചിട്ടില്ല എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അദ്ദേഹം മലയാള സാഹിത്യം എന്ന വലിയ കടലിന്റെ മുമ്പിലേക്ക് ആ തിരമാലകളെ എണ്ണിത്തുടങ്ങുവാൻ അല്ലെങ്കിൽ കൈപ്പൊമ്പിളിൽ കോരിയെടുക്കുവാൻ മാത്രം വന്ന ഒരാളാണ്. വായനശാല സെക്രട്ടറി KM മഹേഷ, എഴുത്തുകാരൻ CV ബാബുജി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PG സജീവ, പ്രദേശം മാസിക എഡിറ്റർ ബെന്നി മാത്യു, PK ജിനീഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. Bobby Chamanur International Jeweler.